പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ജനനി നവരത്നമഞ്ജരി എന്ന കൃതിയിലെ 4-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണിനാരായിടുന്നു, കുടവും പാരായിടുന്നതിനു നേരായിടുന്നുലകം, ഓരായിലുണ്ടഖിലവും. വേരായ നിൻകഴലിൽ ആരാധനം തരണമാരാലിതിനൊരു വരം, നേരായി വന്നിടുക വേറാരുമില്ല ഗതി, ഹേ രാജയോഗ ജനനീ. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണിനാരായിടുന്നു, കുടവും പാരായിടുന്നതിനു നേരായിടുന്നുലകം, ഓരായിലുണ്ടഖിലവും. വേരായ നിൻകഴലിൽ ആരാധനം തരണമാരാലിതിനൊരു വരം, നേരായി വന്നിടുക വേറാരുമില്ല ഗതി, ഹേ രാജയോഗ ജനനീ. ആരായുകിൽ അന്വേഷിച്ചു നോക്കിയാൽ തിരകൾ നീരായിടുന്നു. സൂക്ഷ്മവിചാരം ചെയ്ത് തിരകളെ പരിശോധിച്ചാൽ അത് വെള്ളമായി മാറുന്നു. ഭണി നാരായിടുന്നു, സർപ്പം ചകിരിനാരായി മാറുന്നു. കുടവും പാരായിടുന്നു, കുടം മണ്ണായി മാറുന്നു. അതിനു നേരായിടുന്നുലകം, ലോകത്തിൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. അഖിലവും എല്ലാം ഓരായിൽ ഉണ്ട്. അന്വേഷിച്ചു നോക്കാതിരുന്നാൽ എല്ലാം ഉള്ളതായി തോന്നും. ഹേ രാജയോഗ ജനനീ, രാജയോഗത്തിന് ജനനിയായിട്ടുള്ളവളേ, വേരായ നിൻ കഴലിൽ, സകലതിനും മൂലമായ നിൻ്റെ പാദത്തിൽ ആരാൽ അടുത്തു വന്നിരുന്ന് ആരാധനം തരണം. ആരാധന നടത്താനുള്ള ഇതിനൊരു വരം തരണം. നേരായി വന്നിടുക. അമ്മേ, പ്രത്യക്ഷത്തിൽ വന്നാലും വേറെ ആരുമില്ല ഗതി. അഭയസ്ഥാനമായി വേറെ ആരും തന്നെ ഇല്ല. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ കടൽ തിരകൾ വെള്ളം തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു കിട്ടുന്നതാണ്. മങ്ങിയ വെളിച്ചത്തിൽ കയർ കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയന്നത് വിഭ്രാന്തി മൂലമാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. അതുപോലെ കുടമായി മുന്നിൽ കണ്ട വസ്തു മണ്ണാണെന്ന് മനസ്സിലാകും. സർവ്വലോകാനുഭവങ്ങളുടെയും യഥാർത്ഥ സ്ഥിതി പ്രകാരം തന്നെ. സൂക്ഷ്മവിചാരം ചെയ്യാതിരുന്നാൽ എല്ലാം ഉള്ളതാണെന്ന് തന്നെ തോന്നും. രാജയോഗത്തിന് ജനനിയായിട്ടുള്ളവളെ, നീ തന്നെയാണല്ലോ സർവ്വതിനും മൂലകാരണമായി വർത്തിക്കുന്നത്. അങ്ങനെയുള്ള നിൻ്റെ അടുത്തു വന്നിരുന്ന് ആരാധന നടത്താനുള്ള വരം തന്നെ അനുഗ്രഹിച്ചാലും പരമ്പൊരുളായി വിരാജിക്കുന്ന നീയുമായി വിലയം പ്രാപിക്കാനുള്ള കരുത്ത് എനിക്കില്ല. അതുകൊണ്ട് രാജയോഗ ജനനിയായ നീ തന്നെ എൻ്റെ അടുത്തേക്ക് വരണം. മറ്റാരും എനിക്ക് ആശ്രയമായിട്ടില്ല. ആരായുകിൽ തിരകൾ നീരായിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം സമാരംഭിക്കുന്നത്. ആരായുക എന്ന പദത്തിൻ്റെ വാഗർത്ഥം കാര്യകാരണസഹിതം വിചാരം ചെയ്തറിയുക എന്നാണ്. കടലിൽ നിന്ന് നിരന്തരം കരയിലേക്ക് അടിച്ചു കയറുകയും കടലിലേക്ക് തന്നെ തിരിച്ചിറങ്ങിപ്പോവുകയും ചെയ്യുന്ന തിരകൾ നമുക്ക് സുപരിചിതമാണ്. ഈ തിരകൾ വാസ്തവത്തിൽ
എന്താകുന്നു എന്ന് വിചാരം ചെയ്തു നോക്കിയാൽ ജലത്തിൻ്റെ ഇളകിമറിയൽ മാത്രമാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. ആഴവും പരപ്പുമുള്ള ജലക്കെട്ടിനെയാണ് ആഴി അല്ലെങ്കിൽ സമുദ്രമെന്ന് പറയുന്നത്. കടലിൻ്റെ ആഴവും പരപ്പും അതിന് മുകളിലുള്ള അന്തരീക്ഷവായുവിനെ തണുപ്പുള്ളതാക്കി തീർക്കും. കരയിലെ അന്തരീക്ഷവായു ചൂടുള്ളതാണ്. അന്തരീക്ഷ ഊഷ്മാവ് വായു കണികകളെ വികസിപ്പിക്കുകയും അതിൻ്റെ ഫലമായുണ്ടാകുന്ന തള്ളിച്ചയുടെ ആവേഗമനുസരിച്ച് കടൽ തീരത്തെ തണുത്ത കാറ്റ് കരയിലേക്ക് തള്ളിക്കയറ്റം നടത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ഉഷ്ണവായു തള്ളിമാറ്റപ്പെടുന്ന ഇടം ശീതക്കാറ്റിനാൽ നിറയപ്പെടുന്നു. അന്തരീക്ഷവായുവിൽ നടക്കുന്ന ഈ പ്രക്രിയയുടെ ഫലമായുണ്ടാകുന്ന ഗതികോർജം കടൽ ജലത്തെ കരയിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി കരയിലേക്ക് തള്ളിക്കയറുന്ന ജലമാണ് തിരകളായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നുള്ളത് ഊർജ നിയമമാണ്. കടലിൽ നിന്നും കരയിലേക്ക് അടിച്ചു കയറുന്ന തിരകളെ അതേ ശക്തിയോടുകൂടി കരയിലെ അന്തരീക്ഷോർജം കടലിലേക്ക് തിരികെ തള്ളിവിടുന്നു. തിരയിറക്കത്തിൻ്റെ കാരണം ഇതാണ്. തിരകളായി കരയിലേക്ക് തള്ളിക്കയറുന്നതും തിരികെ ഇറങ്ങിപ്പോകുന്നതും ഒരേ കടൽ ജലം തന്നെയാണ്. കടൽ ജലത്തിൽ നിന്നും വ്യത്യസ്തമായ യാതൊരു സ്വത്വവിശേഷങ്ങളും തിരകൾക്കില്ല. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം എന്ന് ഈ സമസ്യയെ ദൈവദശകത്തിലും ഗുരു വിചാരം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. തിരയുടെ രൂപത്തിലുള്ള ജലം പാത്രങ്ങളിൽ നിറച്ച് നിരീക്ഷിച്ചാൽ തിരയിളക്കമില്ലാത്ത ജലമാണ് കാണാൻ സാധിക്കുക. സ്വന്തമായ ഉണ്മാവിശേഷം തിരകൾക്കില്ല എന്നു സാരം. മങ്ങിയ വെളിച്ചത്തിൽ കയർത്തുണ്ട് കണ്ട് സർപ്പവിഭ്രാന്തി ഉണ്ടാകുന്നത് മറ്റൊരു ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ടോർച്ച് തെളിച്ച് സംശയനിവൃത്തി വരുത്തിയാൽ സർപ്പഭീതി വിട്ടൊഴിയുകയും ചകിരി നാരുകൾ പിരിച്ചുണ്ടാക്കിയ കയർത്തുണ്ടാണ് സർപ്പഭീതി ഉണ്ടാക്കിയതെന്ന സത്യം ബോധ്യപ്പെട്ടു കിട്ടുകയും ചെയ്യുന്നതാണ്. ഗുരുവിൻ്റെ ഫണി നാരായിടുന്നു എന്ന പ്രയോഗത്തെ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കുടവും പാരായിടുന്നു എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. മൺകുടം മണ്ണിലുണ്ടാക്കിയെടുത്ത ഒരു പാത്രമാണ്. കുടമായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നതിന് മുമ്പ് അത് മണ്ണ് മാത്രമായിരുന്നു. കുടമുടഞ്ഞുപോയാൽ അതിൻ്റെ പാത്ര സ്വഭാവം നഷ്ടപ്പെടും. പിന്നീടത് മണ്ണായി തന്നെ അവശേഷിക്കും. ഉടഞ്ഞ കുടം പൊടിച്ച് കുഴച്ചെടുത്താൽ അതുകൊണ്ട് വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള മൺപാത്രങ്ങൾ പുനർനിർമ്മിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ മൺപാത്രങ്ങളുടെ എല്ലാം എക്കാലത്തുമുള്ള യഥാർത്ഥ സ്വത്വം മണ്ണിൻ്റേതാകുന്നു എന്ന് സാരം. ലോകത്തുള്ള സകല ഭൗതിക വസ്തുക്കളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. സൂക്ഷ്മവിചാരം ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രാപഞ്ചികമായ പ്രതീതികളെല്ലാം യാഥാർത്ഥ്യങ്ങളായി അവർക്ക് തോന്നുകയുള്ളൂ. ലോകാനുഭവങ്ങളുടെ എല്ലാം നിജസ്ഥിതിയെ അറിവിൻ്റെ രൂപത്തിൽ വെളിപ്പെടുത്തി അറിയാവുന്നതാണ്. അല്ലാത്തതായി യാതൊന്നും തന്നെയില്ല. അറിവിൻ്റെ സ്വത്വസ്വരൂപതയെ ദേവിയിൽ ദർശിച്ച ഗുരു ദേവിയെ രാജയോഗ ജനനിയായി വാഴ്ത്തിയിരിക്കുന്നു. യോഗങ്ങളിൽ രാജപദവി രാജയോഗത്തിനാണുള്ളത്. ജ്ഞാനയോഗ സാധനയുടെ പാരമ്യത്തിൽ സർവ്വതും ദേവീമയമായി അഥവാ ജ്ഞാനസ്വരൂപതയിൽ
അമർന്ന് വിരാജിക്കുന്നതായി അനുഭവപ്പെടുമെന്നാണ് ഗുരു ഇവിടെ പറഞ്ഞു തരുന്നത്. അമ്മേ രാജയോഗജനനി, എനിക്ക് അവിടുത്തെ പരമപദവിയിലേക്ക് സ്വയം ഉയരാനുള്ള പ്രാപ്തിയില്ല. അതുകൊണ്ട് അമ്മ തന്നെ എന്നെ ആ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തി അതിൽ വിലയിപ്പിച്ചാലും എന്ന പ്രാർത്ഥനയോടുകൂടി ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.